സ്തുതിയൈ യഥാമതിത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതാ മാരുതേശ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. പുരഞ്ജനോപാഖ്യാനമാണ് നമ്മൾ അനുസ്മരിച്ച് വരുന്നത്. പുരഞ്ജനോപാഖ്യാനത്തിലൂടെ പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ നാരദ മഹർഷി പ്രാചീന ബിർഹിസിന് പറഞ്ഞു കൊടുത്തു. നാരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാരം ആത്മവിഷയം എന്ന് പറയും. ആത്മവിഷയത്തിനാണ് നാരം എന്ന് പറയുക. അപ്പോൾ ആ നാരദൻ ആത്മവിഷയത്തിനെ പ്രദാനം ചെയ്യുന്ന മഹർഷി, ആ മഹർഷിയെ നാരദൻ എന്ന് പറയുന്നു. അതാണ് നാരദ മഹർഷിയുടെ പ്രത്യേകത. ദുഃഖമനുഭവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ദുഃഖത്തിൻ്റെ മൂലകാരണം വേണ്ട രീതിയിൽ ജ്ഞാനമില്ലാത്തതാണ് എന്ന് പറഞ്ഞ പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ പ്രദാനം ചെയ്യുന്ന മഹർഷി നാരദ മഹർഷി. പ്രാചീന ബിർഹിസിന് ഉപദേശങ്ങളൊക്കെ അതാ കൊടുത്തു. അതിൻ്റെ അവസാനത്തിൽ വർണ്ണിക്കുന്നു, നത്വം വിദർഭദുഹിത നായം വീര സുഹൃത്തവ ന പതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേ യയ. നത്വം വിദർഭദുഹിത, നീയ വിദർഭ രാജാവിൻ്റെ മകളല്ല. സത്യത്തിൽ നമ്മൾ ആരായിരുന്നു? നമ്മൾ പണ്ട് സുഹൃത്തുക്കളായിരുന്നു. പരമാത്മാവാകുന്ന പക്ഷിയുടെ അടുത്ത് താമസിച്ച ജീവാത്മാവാകുന്ന പക്ഷി. ഈ ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പഞ്ചാരാമം നവദ്വാരം ഏകപാലം ത്രികോഷ്ടകം 9 ദ്വാരമുള്ളതായിരിക്കുന്ന ശരീരമാണ് എന്നൊക്കെയുള്ള തോന്നലും ഈ ശരീരത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ ഓടിപ്പോവാണ് വേണ്ടത് എന്നുള്ള ചിന്താഗതിയും ഒക്കെ എന്നെ മറന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം. നമ്മൾ രണ്ടുപേരും ഹംസാവഹം, 2 ഹംസങ്ങളായിരുന്നു. അഹം ഭവാൻ ന ചാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷുഭോ. അഹം ഭവാൻ, ഞാനെന്നും നീയെന്നും ഉള്ളതായിരിക്കുന്ന ഈ ചിന്താഗതി, എന്നുവെച്ചാൽ അന്യം, എന്നിൽ നിന്ന് നീ ഒരിക്കലും അന്യനല്ല, ഞാൻ തന്നെയാണ് നീ, അല്ലേ? തത്വമസി എന്ന് പറയും. നീ എന്തിനെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്നുവോ അത് തന്നെയാണിതാ ഞാനും നീയും. ഒരു വ്യത്യാസവും ഇല്ല. അഹം ഭവാൻ ന ചാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷുഭോ. നീ തന്നെയാണ് ഞാനെന്നും ഞാൻ തന്നെയാണ് നീ എന്നും ഉള്ളതായിരിക്കുന്ന ബോധം നിനക്ക് ഉണ്ടാവണം. യഥാ പുരുഷ ആത്മാനം ഏകമാദർശ ചക്ഷുഷോഹോ. യഥാ പുരുഷ ആത്മാനം, നമ്മളെ ശരീരത്തിൻ്റെ ഒക്കെ ഉള്ളിൽ പുരുഷനായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇതാ ഇരിക്കുന്നത്. ദ്യുധാഭൂതമവേക്ഷേത തദൈവ അന്തരമാവയോഹോ. 2 എന്നുള്ള ഭാവം വരുന്ന സമയത്ത് ദുഃഖം മാത്രമാണ് ഉണ്ടാവുന്നത്. സത്യത്തിൽ 2 ഇല്ല, 1 മാത്രമേ ഉള്ളൂ. ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത. ഏവം സ മാനസോ ഹംസോ, മാനസ സരോവരത്തിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന 2 ഹംസങ്ങളായിരുന്നു ഇതാ നമ്മൾ. നീ എന്നെ മറന്നു, എന്നിട്ട് ഈ ലോകമാണ് സത്യമെന്ന് വിചാരിച്ച് ഈ ദുഃഖപൂരിതമായിരിക്കുന്ന ലോകത്തിലേക്ക് ശ്രദ്ധ വെച്ചത് കൊണ്ടാണ് നിനക്കിതാ ഇത്തരത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി. ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ്,
ആ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ശരീരവും ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ള ഭാവം ഉണ്ടാവാനുള്ള കാരണം എന്നെ മറന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പരമമായിരിക്കുന്ന ജ്ഞാനമാണിതാ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ആ കഥയൊക്കെ അതിൻ്റെ തത്വമൊക്കെ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചു. യൽ പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? പരോക്ഷപ്രിയനാണ്. പരോക്ഷത്തിനെ അല്ലേ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വെച്ചാൽ കഥാരൂപത്തിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു സാക്ഷാൽ ഭഗവാൻ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ താത്വികമായിരിക്കുന്ന ഭാവങ്ങളൊക്കെ അതാ പറഞ്ഞു. അപ്പോൾ അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാപകർമ്മങ്ങളുണ്ടെങ്കിൽ ആ പാപകർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കണം. ചില പാപകർമ്മങ്ങളൊക്കെ പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് ഇല്ലാതാക്കാം. അപ്പോൾ പാപങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ ചെയ്തതായിരിക്കുന്ന ദുരിതം അതില്ലാതായി കഴിഞ്ഞാൽ മാത്രമേ സുഖം കിട്ടുള്ളൂ. അതല്ലാതെ ശരീരത്തിൽ വെച്ചതായിരിക്കുന്ന ഭാരം ചുമലിൽ എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ ആലോചിച്ച് നോക്കൂ. അല്ലേ, തലയിൽ വെച്ചതായിരിക്കുന്ന ഭാരം കുറച്ച് കഴിഞ്ഞ സമയത്ത് അവരെന്ത് ചെയ്തു? അത് ചുമലിലേക്ക് എടുത്തു വെച്ചു. അതുകൊണ്ട് വലിയ കാര്യമില്ല. അവനവൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കാണിതാ വേണ്ടത്. ഭഗവത് ഗുണാനുകഥന ശ്രവണ വ്യഗ്രചേതസഃ. ഭഗവത് ഗുണാനുകഥന, ഭഗവാന്റെ ഗുണഗണങ്ങളാകുന്ന ആ ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കൂ. ഇപ്പോൾ നാരദ മഹർഷിയുടെ അടുത്തു നിന്നുള്ള ഭഗവത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കാൻ ഈ പ്രാചീന പരിഹസിന് സാധിച്ചു. തസ്മിൻ മഹൻ മുഖരിതോ മധുഭിച്ചരിത്ര പീയൂഷശേഷസരിത പരിത സ്രവന്തി തായേ പിബന്തി അവിദൃശോ നൃപ ഗാഠകർണയസ്താന്ന സ്പൃശന്ത്യശനദൃഢഭയശോകമോഹ. എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന് അത് മോചനം ഉണ്ടായി. എന്താ കരോതി ഹരേർനൂനം കഥാമൃത നിധൗരതിം. ഇനി ഓരോ കർമ്മം ചെയ്ത് സ്വർലോകത്തിലേക്ക് പോവുകയല്ല വേണ്ടത് എന്നുള്ളതായിരിക്കുന്ന പരമജ്ഞാനത്തിലേക്ക് ആ പ്രാചീന ബർഹിസിന് എത്തിച്ചേരുവാനായിട്ടതാ സാധിച്ചു. തസ്മാൽ കർമ്മസു ബർഹിഷ്മൻ അജ്ഞാനാദർത്ഥകാശിഷു മാർത്ഥദൃഷ്ടിം കഥാശ്രോത്ര സ്പർശിഷു അസ്പൃഷ്ടവസ്തുഷു. ഇങ്ങനെ അതിൻ്റെ താത്വികമായിരിക്കുന്ന ഭാവം കൂടി ഇതാ പറഞ്ഞുകൊടുത്ത് രണ്ട് ഹംസങ്ങളായി അവരിവിടെ നിന്ന് യാത്രയായി. നാസ്മിൻ ഭവേ ഭ്രമതി മുക്ത സമസ്തബന്ധ. മുക്ത സമസ്തബന്ധ, എല്ലാവിധ ബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് തീരണം. ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖമാണ്. ആരെങ്കിലും ഒരാളെ കണ്ട് അയാളോട് വർത്തമാനം പറയുമ്പോൾ പിന്നെ അവർക്ക് സുഖം ഉണ്ടാവുമ്പോൾ ആ സുഖത്തിലും അവർക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടാവുമ്പോൾ ആ ദുഃഖത്തിലും നമ്മളെങ്ങനെ പരിഭ്രമിക്കേണ്ടതായിട്ട് വരുന്നു. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ഒന്നിനെയും ചിന്തിച്ച് സമയം കളയേണ്ടവനല്ല നമ്മൾ. നമുക്ക് ആകപ്പാടെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അത് ഭഗവത് പ്രാപ്തി മാത്രമാണ്. പരമാത്മാവിലേക്ക് എത്തിച്ചേരൽ മാത്രമാണ് ജീവാത്മാവിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനെ മാറ്റുന്നതായ പല വഴികൾ, വിഘാതങ്ങൾ അതിനെ സൃഷ്ടിക്കുകയാണ്. ഞാനെന്ന് പറയുമ്പോഴും എൻ്റേതെന്ന് പറയുന്ന സമയത്തും ഇങ്ങനെയുള്ളതായിരിക്കുന്ന മുക്ത സമസ്തബന്ധ, എല്ലാവിധ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുക തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുരഞ്ജനോപാഖ്യാനം പറഞ്ഞ് സമർപ്പിച്ചത്. പിന്നീടാണ് പ്രാചീന ബർഹിസിൻ്റെ കുട്ടികൾ 10 പേര് പ്രചേതസ്സുകൾ വെള്ളത്തിൽ സരസിലങ്ങനെ ഇറങ്ങി സാക്ഷാൽ ഭഗവാന്റെ രൂപത്തിനെ മഹാദേവൻ പറഞ്ഞു തന്നതായ ഭഗവാന്റെ സ്വരൂപം അവരങ്ങനെ വെള്ളത്തിലെ കണ്ണടച്ച് ജലസ്തംഭം എന്നു പേരായിരിക്കുന്ന യോഗമാർഗത്തിനെ സ്വീകരിച്ച് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന രൂപത്തിനെ ധ്യാനിച്ച് അധാനകാംഗ്രേ തവ കീർത്തി തീർത്ഥയോരന്തർബഹിസ്നാന വിധൂത പത്മനാം. അഥാ അനാംഗ്രേ, ഭഗവാന്റെ അംഗ്രികൾ എങ്ങനെയുള്ളതാണ്? ഒരു തരത്തിലും പാപം ബാധിക്കാത്തതാണ് ഭഗവാന്റെ ആ അംഗ്രികൾ. അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ
പാദങ്ങളെ നന്നായിട്ട് ധ്യാനിച്ചു. ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട് നൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ഗദ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കൊടി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിൻ്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ അങ്ങനെ ഈ കുട്ടികൾ വെള്ളത്തിലിരുന്ന് അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ കാണാൻ വേണ്ടി സുപർണസ്കന്ധമാരൂഢാമേരുശൃംഗമിവാംബുജ. ഇപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഗരുഡൻ്റെ പുറത്ത് സുമേരു പർവ്വതം പോലെ ശോഭിക്കുന്ന സ്വർണ്ണ പർവ്വതം പോലെ ശോഭിക്കുന്ന രൂപത്തിൽ ഈ കുട്ടികളുടെ മുന്നിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു. ജപയജ്ഞേന തപസാ. കുട്ടികളിപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ അവർ സ്വീകരിച്ചതായിരിക്കുന്ന മാർഗം ജപയജ്ഞമാണ് എന്ന് പറയും. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പല മാർഗങ്ങളുണ്ട്. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. ഇനി നമസ്കരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. കയ്യിലെ പൂക്കളെടുത്ത് അർച്ചന ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ധ്യാനിച്ച് 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 ലോകം മുഴുവനും ഭഗവാനായി കണ്ടുകൊണ്ട് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. ജപയജ്ഞേന തപസാ. യജ്ഞങ്ങളിൽ വെച്ച് ഭഗവാൻ തന്നെ പറയണു, യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണ്. അതുകൊണ്ട് എന്ത് വേണം? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു മന്ത്രത്തിനെ ഒരു നാമത്തിനെ സ്വീകരിച്ച് ആ നാമം തന്നെ ജപിച്ച് 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 ഗായന്തം ത്രായതേ ഇതി ഗായത്രി എന്ന് പറയും. നമ്മളെ രക്ഷിക്കുന്നതാണ് മന്ത്രം അല്ലേ? അതാണ് ആ മന്ത്രം തന്നെ പിന്നെയും പിന്നെയും ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ത്രായതേ, ആ മന്ത്രം നമ്മളതാ രക്ഷിക്കുന്നു. അതിനാണ് ഗായത്രി മന്ത്രം എന്നൊക്കെ പറയാം. ഇപ്പം ഏതെങ്കിലും ഒരു നാമം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സ്വീകരിച്ച്, പലർക്കും പല ദേവനെയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ദേവിയെയായിരിക്കും ഇഷ്ടം. ഇവിടെ ഏത് ദേവനെയായാലും ഏത് ദേവിയെയായാലും ആ ദേവൻ്റെയും ദേവിയുടെയും നാമത്തിനെ തന്നെ ജപിച്ച് 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 അതിൽ സിദ്ധി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ജപയജ്ഞേന തപസാ. ഈ യജ്ഞം ജപയജ്ഞം എന്നുള്ളത് ഒരു തപസ്സാണ് അല്ലേ? ജപയജ്ഞം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തപസ് ഉണ്ടാവണം. തപസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്തിൻ്റെ ഇഷ്ടത്തിനെ മാറ്റി നിർത്തണം. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തി ശരീരത്തിനെ ഈശ്വരനെ ഉപാസിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്നതിനാണ് തപസ് എന്ന് പറയുക. ശരീരത്തിന് എന്താവും രാവിലെ ഇഷ്ടം? കടന്നുറങ്ങാൻ തന്നെയോ? എന്നാ പിന്നെ ഈ തപസ് ചെയ്യുന്ന ആൾക്കാർക്ക് കടന്നുറങ്ങാൻ പറ്റുമോ? കടന്നുറങ്ങിക്കഴിഞ്ഞാൽ തപസ് നടക്കില്ല. അപ്പം ശരീരത്തിൻ്റെ ആ ഇഷ്ടത്തിനെ ഉറങ്ങുക എന്നുള്ളതായിരിക്കുന്ന ഇഷ്ടത്തിനെ നിർബന്ധപൂർവ്വം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നാവിനെന്തിനാ കൂടുതൽ ഇഷ്ടം? വർത്തമാനം പറയാനാണ് നാവിന് ഇഷ്ടം. എന്നാൽ തപസ് ചെയ്യുന്ന ഒരാളോ വർത്തമാനം പറയുക എന്നുള്ളതായിരിക്കുന്ന തൻ്റെ നാവിൻ്റെ ഇഷ്ടത്തിനെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നാവിൻ്റെ മറ്റൊരു ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരിക്കുന്ന ഇഷ്ടത്തിനെ ചില ആൾക്കാർ മാറ്റി നിർത്തി ആ നാവ് കൊണ്ട് ഭഗവാന്റെ നാമം കഴിയുന്നിടത്തോളം ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതിനാണ് യജ്ഞം എന്ന് പറയുക, ഇതിനാണ് തപസ് എന്ന് പറയുക. ജപയജ്ഞേന തപസ്സാ. തപസ് എന്ന് പറഞ്ഞാൽ ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കുക. ശരീരത്തിൻ്റെ ഇഷ്ടത്തിനൊക്കെ മാറ്റി നിർത്തി ശരീരത്തിനെ ഭഗവാൻ ഉപാസിക്കാൻ ഒരു സ്ഥലത്ത് നിർബന്ധപൂർവം കൊണ്ടിരുത്തുന്നതിനാണ് തപസ് എന്നതാ പറയാം. ഇങ്ങനെ ദശപരീക്ഷ സഹസ്രാന്തേ ജപങ്ങളുടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഭഗവാൻ വരണമെന്ന് വിചാരിക്കണത് വെറുതെ അല്ലേ? ഞാനിതാ എത്രയായി ജപിക്കണം, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഭഗവാൻ വരണില്ലല്ലോ, ഭഗവാൻ വരണില്ലല്ലോ അല്ലേ? അവരവർ ചെയ്തതായിരിക്കുന്ന ആ ഉപാസന നേരെയാവണം. ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് മാത്രമേ ആ ഭഗവാൻ നമ്മളെ മുന്നിലേക്ക് എത്തിച്ചേരുള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ഉപാസനയൊക്കെ ഏകാഗ്രമാണോ ആലോചിച്ച് നോക്കൂ. അമ്പലത്തിൽ വരുന്ന സമയത്തിനെങ്കിലും ഏകാഗ്രത കിട്ടുന്നുണ്ടോ? ഇവിടെ വരുന്ന സമയത്തും വേറെ ഓരോ കാര്യത്തേക്കാണ് ശ്രദ്ധ അല്ലേ? എന്നിട്ട് അതിലേക്ക് മനസ്സ് വയ്ക്കാനായിട്ട് പുറപ്പെടുന്നു. അപ്പോൾ അവർക്ക് ആരെ കിട്ടില്ല? ഭഗവാനെ ജീവിതത്തിൽ കിട്ടില്ല. എന്ന് വേണം? ഏകാഗ്രമായിരിക്കണം. ഈശ്വരോപാസന എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടുക മാത്രം ഉദ്ദേശമായിരിക്കണം.
ഇങ്ങനെ ദശവർഷ സഹസ്രാന്തേ അനവധി കാലത്തിന് ശേഷമാണ് ഈ ഭഗവാൻ അവരുടെ മുന്നിലേതാ ആവിർഭവിക്കുന്നത്. ആ ഭഗവാനെ നന്നായിട്ട് കണ്ടു. സുവർണസ്കന്ധമാരൂഢ മേരുശൃംഗമിവാംബുജ പീതവാസ മണിഗ്രീവ കുറുവ വിധിമിരാദിശ കാശിഷ്ണുനാ കനകവർണ്ണ വിഭൂഷണേന ഭ്രാജൽ കപോലവദന വിലസൽ കിരീട അഷ്ടായുധൈരരുചരേർമുനിവിസുരേന്ദ്രൈരാസേവിധോ ഗരുഡകിന്നരഗീതകീർത്തി. ഗരുഡന്റെ പുറത്തങ്ങനെ ഇരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു പീതാംബരപ്പട്ടുടത്ത് പാദങ്ങൾ ആഭരണമണിഞ്ഞ് വനമാലയണിഞ്ഞ് രത്നകിരീടങ്ങളൊക്കെ ധരിച്ച് 8 കൈകൾ 8 തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ധരിച്ച് അതിമനോഹര സ്വരൂപത്തിൽ ഗരുഡന്റെ പുറത്തിരിക്കുന്ന ആ ഭഗവാനെ ഭ്രാജൽ കപോലവദന. കുട്ടികളിപ്പോൾ ഭഗവാന്റെ ആ കപോലത്തിലേക്ക്, കപോലെന്ന് പറഞ്ഞാൽ കവിള് എന്നർത്ഥം, ഭഗവാന്റെ കവിളിലേക്ക് നന്നായിട്ട് നോക്കിയത്രേ. എന്തൊരു സുന്ദരമായിരിക്കുന്ന കവിള ഭഗവാന്. യശോദാദേവി കൃഷ്ണൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അല്ലേ ആ കവിള് നന്നായിട്ട് ഇങ്ങനെ മിനുസാക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അങ്ങനെയാണ് കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്ക് വേറെ ജോലിയൊന്നുമില്ല. കുട്ടികളെ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും, കുട്ടികളെങ്ങനെയൊക്കെ സൗന്ദര്യം കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണോ ഉണ്ടാവുക അതിങ്ങനെ നോക്കി കുട്ടികളെ തന്നെ നോക്കി. അപ്പം പിന്നെ അതിന് സമയമില്ല, അപ്പം പിന്നെ ഓടാനായി, ജോലിക്ക് അങ്ങോട്ട് ഓടായി. എപ്പോഴും അത് ജോലി വേണേ ജോലി വേണേ ജോലി വേണേ വിചാരിച്ചു. യശോദയൊന്നും അങ്ങനെയല്ല. യശോദയ്ക്ക് ഉണ്ണി ഉണ്ടായതോടുകൂടി ഉണ്ണീൻ്റെ അടുത്തുനിന്ന് ആര് പോവില്ല, യശോദ പോവില്ല. ഇപ്പം യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ കവിളങ്ങനെ നന്നായിട്ട് തുടച്ചു മിന്നിച്ചു കവിൾത്തടത്തിങ്കലൊരു ഉമ്മ വെച്ചു. തുടച്ചു മിന്നിച്ച കവിൾത്തടത്തില്ലേ യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കവിൾത്തടങ്ങനെ തുടച്ച് 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 എന്താക്കി അത് മാറ്റി. അതല്ലേ അതിങ്ങനെ കണ്ണാടി പോലുള്ള കവിൾത്തടത്തിലാടിക്കളിക്കുന്ന കുടക്കടുക്കൻ. കണ്ണാടി പോലുള്ള കവിൾത്തടാക്കി മാറ്റി. എത്രയാ അതാ കണ്ണാടീൻ്റെ പ്രത്യേകത. കണ്ണാടിക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണാടിയിൽ കാണാം. ഇതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കവിളത്തടത്തിലേക്ക് നോക്കുമ്പോൾ ആടിക്കളിക്കുന്ന കുടക്കടുക്കൻ ഭഗവാന്റെ ആ കാതിൽ അണിഞ്ഞതായിരിക്കുന്ന ആഭരണം ഇപ്പോൾ കവിളിങ്ങനെ കണ്ണാടി പോലുള്ള കവിളിൽ നോക്കണ സമയത്ത് 4 കർണാഭരണം ഉണ്ടോ തോന്നും, അത്ര 4 ആഭരണം ഉണ്ടോ തോന്നും. അത്രയും മനോഹരമായിരിക്കുന്ന കവിളത്തടം. കപോലവദന, കപോലത്തിനെ കുട്ടികൾ നന്നായിട്ട് കണ്ടു, വദനത്തിനെ കുട്ടികൾ നന്നായിട്ടതാ കണ്ടു. മുഖത്തിനെ നോക്കി. ഇത്രയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മുഖത്തിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ ആ കുട്ടികൾ വിലസൽ കിരീടത്തിലേക്ക് നോക്കി. ഇത്രയും രത്നങ്ങളൊക്കെ പതിച്ചതായിരിക്കുന്ന ആ രത്നങ്ങളുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ അല്ലേ. എല്ലാ രത്നത്തിനും ഇപ്പോൾ ഭഗവാന്റെ ശിരസിലെത്താൻ സാധിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. ചില രത്നങ്ങളൊക്കെ ഈ ഗുരുവായൂരമ്പലത്തിലെ മേശാന്തിമാരൊക്കെ ഓരോ കഥകൾ ഇങ്ങനെ പറയണത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ചില ഭക്തന്മാരൊക്കെ ഇത് കൃഷ്ണൻ്റെ അടുത്തെത്തണേ കൃഷ്ണൻ്റെ അടുത്തെത്തണേ കൃഷ്ണൻ്റെ അടുത്തെത്തണേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അനവധി മെനക്കെട്ട് ശുദ്ധമായിരിക്കുന്ന മനസ്സോട് കൂടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പൂക്കളൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ മേശാന്തിനെ കൊണ്ട് തന്നെ ഭഗവാൻ അത് ഏൽപ്പിക്കും. അത്രേ. മേശാന്തി വേണ്ട വിചാരിച്ചാലും ശരി, മേശാന്തി എങ്ങനെയെങ്കിലും കൈകൊണ്ട് അതൊക്കെ എടുത്ത് കൃഷ്ണൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇതാ വയ്ക്കും. ആര് കൊണ്ടുപോയി വെച്ച ഈ കദളിപ്പഴേ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുള്ളൂ? മനസ്സ് ശുദ്ധായ ഭക്തന്മാരായിരിക്കുന്ന ആൾക്കാർ എവിടുന്നെങ്കിലുമൊക്കെ ദൂരത്തു നിന്നൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. സമയമൊന്നും ഉണ്ടാവില്ല, എന്നാലും അതെ ആ പ്രേമത്തോടു കൂടി, കൃഷ്ണപ്രേമത്തോട് കൂടിയിട്ട് വന്ന ചില ആൾക്കാർ ഈ 1000 ആൾക്കാരിന്ന് ഭഗവാൻ അങ്ങോട്ട് കണ്ടെത്തൂത്രേ. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ആണ് ഭഗവാന്റെ കയ്യിൽ ഈ ആനക്കാരെ കയ്യിലുള്ള തോട്ടി കണ്ടല്ലേ, അങ്ങനെ ഒന്ന് ഭഗവാന്റെ കയ്യിലും ഉണ്ട് അത്രേ. എന്നാൽ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്യും? ഈ കുറേ ആൾക്കാർ വന്നതിൽ നിന്ന് ഒരാളെ തോട്ടിയോണ്ട് ഇങ്ങോട്ട് വലിക്കും. ഇങ്ങോട്ട് പാടാ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അല്ലേ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതായിരിക്കുന്ന ആ കദളിപ്പഴം കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലേ കൃഷ്ണൻ്റെ കയ്യിൽ കാണാം. ഞാൻ കൊടുത്തതല്ലേ ഭഗവാനെ, അതാണല്ലേ ഭഗവാനെ അങ്ങ് കയ്യിൽ പിടിച്ചത്. ഇങ്ങനെ ഭഗവാന്റെ ആ കിരീടത്തിൽ അണിയാൻ സാധിച്ചതായിരിക്കുന്ന രത്നങ്ങൾ
ഗുരുവായൂരമ്പലത്തിൽ എത്രയെത്ര ആനകളാ ഒന്ന് കൃഷ്ണനെ എനിക്ക് എടുക്കാൻ സാധിക്കണേ, എനിക്ക് തലയിലെടുക്കാൻ സാധിക്കണേ എന്ന് വിചാരിച്ച് എത്തിച്ചേർന്ന അനവധി ആനകളുണ്ടെങ്കിലും എല്ലാ ആനകൾക്കും ആ ഒരു ഭാഗ്യം സിദ്ധിക്കില്ല പറയൂലേ. അതിൽ ചില ഭക്തന്മാരായിരിക്കുന്ന ആനകളുണ്ട്. ആ ആനകളുടെ പുറത്ത് മാത്രമേ ഭഗവാൻ ഇതാ കയറുള്ളൂ അല്ലേ. ആണ് ഭക്തന്മാർ എന്തൊക്കെയാണോ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നത് അതൊക്കെ ഈ ഭഗവാൻ ഇതാ സ്വീകരിക്കും. ഇങ്ങനെ അഷ്ടായുധൈരനുചര്യർമുനിഭിസുരേന്ദ്രൈ അസേവിതോ ഗരുഡ കിന്നര ഗീത കീർത്തി. ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാന്റെ 4 ഭാഗത്തും അനവധി പരുന്തുകൾ ഒക്കെ ദാ ഗരുഡന്മാർ, കിന്നരന്മാർ, അപ്സരസുകൾ, അങ്ങനെ 4 ഭാഗത്തു നിന്ന് കിന്നരന്മാർ നൃത്തം ചെയ്യുന്നുണ്ട്, അപ്സരസുകൾ നൃത്തം ചെയ്യുന്നുണ്ട്, പലരും പാട്ട് പാടുന്നുണ്ട്, ഗന്ധർവന്മാർ വന്ന് അല്ലേ, ഇങ്ങനെ പലരും പുഷ്പവൃഷ്ടി ചെയ്യുന്നുണ്ട്. എന്ത് രസമായിരിക്കും ആലോചിച്ച് നോക്കൂ. ഇത് എവിടെയാണ് നടക്കുന്നത്? നാരായണീയത്തിൽ വർണ്ണിക്കണു ഗുരുവായൂർ അമ്പലക്കുളത്തിലാത്രേ. ഗുരുവായൂർ അമ്പലക്കുളത്തിൻ്റെ നേരെ മുകളിൽ ഒരു ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ കുട്ടികൾ നന്നായിട്ട് കണ്ടു എന്ന് മാത്രമല്ല, പീനായതാഷ്ടഭുജ മണ്ഡല മധ്യലക്ഷ്മിയ. ഭഗവാന്റെ 8 കൈകളിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളൊക്കെ നന്നായിട്ട് കണ്ടു. പർജന്യനാദരുദയ സഘൃണാവലോക. വെള്ളം ഇങ്ങനെ കുടിച്ച് തുടുത്തതായിരിക്കുന്ന 2 കാർമേഘങ്ങൾ കാറ്റ് വരുന്ന സമയത്ത് അത് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഈ ഇരുണ്ടതായിരിക്കുന്ന കാർമേഘങ്ങൾ, കറുത്തതായിരിക്കുന്ന കാർമേഘങ്ങൾ അല്ലെ, ഇരുണ്ടുകൂടിയതായ പ്രകാശമൊക്കെ അങ്ങോട്ട് ഇല്ലാതായി രാത്രി കണ്ട് ആവാറായോ തോന്നൂത്രേ. ചിലപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ അങ്ങനെയുള്ള സമയം ഉണ്ടാവും. ആ സമയത്ത് 2 കാർമേഘങ്ങളും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഒരു മിന്നൽ പിണരല്ലേ. ആ പിന്നൽ പിണരിൻ്റെ ശോഭയോട് കൂടിയിട്ടുള്ള ഭഗവാനെ കുട്ടികൾക്ക് ഇതാ ഇപ്പോൾ നന്നായിട്ട് കാണാനായിട്ട് ഇതാ സാധിച്ചു. വരം വ്രണീദ്ദം ഭദ്രം വാ. ആ കുട്ടികളോട് ഭഗവാൻ പറഞ്ഞു, ഭദ്രം വഹ, നിങ്ങൾക്ക് ഭദ്രമുണ്ടാവട്ടെ, നിങ്ങൾക്ക് മംഗളമുണ്ടാവട്ടെ. യൂയം മേ നൃപനന്ദന, മേ നൃപനന്ദന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന പ്രാചീന പരിഗസിൻ്റെ കുട്ടികളല്ലേ നിങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് അതിലേറെ സന്തോഷം. അച്ഛനെയൊക്കെ നന്നായിട്ട് അറിയുന്ന തോന്നണം കേട്ടോ അല്ലേ. ആണ് നമ്മൾ വിചാരിക്കും നമ്മളെ പുണ്യം കൊണ്ടാണ് നമ്മൾ ഈ ഭാഗവത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് വെറുതെ വിചാരിക്കുക. നമ്മളെന്താ ചെയ്തത് അല്ലേ? നമ്മളൊന്നും ചെയ്തില്ല. അപ്പം നമ്മളിവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? നമ്മളെ കാരണവന്മാരായിരിക്കുന്ന ആൾക്കാർ അല്ലേ. പൈതൃശ്വസേയ പ്രീത്യർത്ഥം തൽഗോത്രസ്യാത്തബന്ധവാം. പരീക്ഷിത് മഹാരാജാവ് ശ്രീശബ്രഹ്മർഷിയോട് പറയണു, ശ്രീശബ്രഹ്മർഷിയെ ഈ ഭാഗവതം കേൾക്കാൻ ഞാൻ പുണ്യം ചെയ്തോ ചോദിച്ചാൽ ഉണ്ട് തോന്നുന്നില്ല കേട്ടോ. അത്രയൊന്നും പുണ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തില്ല. പക്ഷേ എൻ്റെ കാരണവന്മാർ പാണ്ഡവർ ചെയ്തതായിരിക്കുന്ന പുണ്യം അതുകൊണ്ടായിരിക്കാം എനിക്കിതാ ഇപ്പോൾ ഭഗവാനെ ആ ഭാഗവതത്തിന് മുന്നിലേക്കിതാ എത്തിച്ചേരാനായിട്ടതാ സാധിച്ചത്. വരം വ്രണീദ്ദം ഭദ്രം വ യൂയം മേ നൃപനന്ദന. ആ പ്രാചീന പരിഗസ് എത്ര കാല പുണ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നതാ ഉപാസിച്ചത്. ആ പ്രാചീന പരിഗസിൻ്റെ കുട്ടികളല്ലേ നിങ്ങൾ 10 പേര്. സൗഹാർദ്ദേന പൃഥഗ്ഭാവ തുഷ്ടോഹം നൃപനന്ദന. സൗഹാർദ്ദേന പൃഥക് ധർമാഹ. നിങ്ങളെ ഞാൻ സന്തോഷിച്ചു. ഭഗവാനൊക്കെ ഒരാളുടെ മുന്നിൽ വന്ന് സന്തോഷിച്ചു എന്ന് പറയണ വെച്ചാളുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ അല്ലേ. നമ്മൾ രാവിലെ ഭഗവാനെ തൊഴാൻ വേണ്ടി ഇങ്ങോട്ട് വരിക, ശ്രീകോവിലിൽ നിന്ന് ഭഗവതി പുറത്തേക്ക് ഇറങ്ങി വന്ന് പറയുക സന്തോഷമായി കേട്ടോ. സന്തോഷമായി എന്ന് ഭഗവതി പറയുന്നുണ്ട് വെച്ചാലോ, ഇവിടെ ഗരുഡൻ്റെ പുറത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു എനിക്ക് സന്തോഷമായി. എന്തുകൊണ്ടാണ് സന്തോഷമായി എന്ന് പറയാനുള്ള കാരണം? സൗഹാർദ്ദേന പൃഥക് ധർമാഹ. നിങ്ങൾ ഈ സൗഹാർദ്ദം കണ്ടിട്ടാണ്, പരസ്പര സ്നേഹം. അപ്പോൾ ഭഗവാൻ ഒരാളിൽ സന്തോഷിക്കണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക തന്നെ, വേണ്ട രീതിയിൽ സ്നേഹിക്കുക അല്ലേ. എന്നാൽ ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? 2 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കണോടിയില്ല. പണ്ടൊക്കെ ചെറിയ കുട്ടികൾ എന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ ചിരിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ കുട്ടികൾ തന്നെ ചിരിക്കണുണ്ടോ? അതുമില്ല. എല്ലാവരും ഇങ്ങനെ അവനവൻ്റെ ഓരോ കാര്യത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങി സ്വാർത്ഥ തൽപരന്മാരായിട്ട് താൻ മാറണു അല്ലേ. ഇത് കേട്ട് ഇനി ആരും ചിരിക്കാൻ പോകണ്ട കേട്ടോ. ഇവിടെ ചിരിക്കാനായിട്ട് തന്നെ ഇപ്പം എന്തൊക്കെയാണ് അപകടം എന്നറിയില്ല. ഇനിയിപ്പോൾ ചിരിക്കൂടി ചെയ്ത് കഴിഞ്ഞാലോ അല്ലേ. അപ്പോൾ ഈ പരസ്പര സ്നേഹം
ആ സ്നേഹത്തിലാണ് ഭഗവാന്റെ ആ അനുഗ്രഹത ഉണ്ടാവുന്നത്. തസ്യ ഭ്രാതൃഷു ആത്മസാമ്യം. ആരോടാണ് നമുക്ക് ആദ്യം സ്നേഹം ഉണ്ടാവേണ്ടത്? ഭ്രാതൃഷു, ഭ്രാതാക്കളോട്, സഹോദരന്മാരോട്, അല്ലേ? അപ്പം സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഉദരത്തിൽ നിന്ന് വന്ന ആൾക്കാരെയാണ് സഹോദരന്മാർ. ഒരമ്മയുടെ കുട്ടികൾ, അല്ലേ? ആരായിട്ടാ കൂടുതൽ ദേഷ്യം ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ, അല്ലേ? ഒന്നും പറയണില്ലേ ഭഗവാനെ, അല്ലേ? അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല സ്നേഹം ഉണ്ടാവണമെന്ന് പറയും. ഭ്രാതൃഷു ആത്മസാമ്യം, സഹോദരന്മാരോടൊക്കെ നല്ല സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കണം. ധർമ്മത്തിനനുസരിച്ച് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യം ആരെയാണോ സ്നേഹിക്കേണ്ടത് അവരെ സ്നേഹിക്കുക. ആദ്യം ആരെയാണോ ബഹുമാനിക്കേണ്ടത് അവരെ ബഹുമാനിക്കണം. ആദ്യം ആരെയാണ് ബഹുമാനിക്കേണ്ടത്? മാതാ, പിതാ, ഗുരു, ദൈവം എന്ന് പറയും, അല്ലേ? ആദ്യം തൻ്റെ അമ്മയെ സ്നേഹിക്കണം, തൻ്റെ അച്ഛന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത്, തൻ്റെ കുട്ടികൾക്ക് വേണ്ടത്, അല്ലേ? അതിലൊക്കെ കുറച്ച് സ്വാർത്ഥതയാവാമെന്നാണ് അപ്പോൾ ഭഗവാൻ പറയണത് തോന്നുന്നുണ്ട്, അല്ലേ? അപ്പോൾ മാതാ, പിതാ, ഗുരു, ദൈവം എന്ന് പറയും. അല്ലെങ്കിൽ തൻ്റെ അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുമ്പോൾ മാത്രമേ മറ്റൊരാളെടുത്ത് സ്നേഹം കാണിക്കുന്നതിനെ ഭഗവാൻ ഇതാ കാണുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ എന്താ ചെയ്യണത്? അവനവൻ്റെ വീട്ടിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടി പിടി ലഹളയാണ്. തൻ്റെ അമ്മയ്ക്കൊന്നും കൊടുക്കില്ല, തൻ്റെ ഭാര്യനോട് എന്തൊരു ദേഷ്യം, തൻ്റെ കുട്ടികളോട് എന്തൊരു ദേഷ്യം അറിയില്ല, അല്ലേ? വേറെ ഓരോ സ്ഥലത്ത് പോയാൽ വലിയ കേമാര പൗഡർ ഇട്ട് ഇങ്ങനെ, ഓ ഞാനങ്ങനെയാന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് തല കുറിച്ച് നിന്നിട്ട് കാര്യമില്ല. ആ വിനയൊന്നും ആര് കാണില്ല? ഭഗവാൻ ഇതാ കാണില്ല. പൂച്ച പാല് കുടിക്കണത് പോലെയാണ് എന്ന് പറയും. നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? ഈ പുറമോടികളിലൊന്നും ഭഗവാനെ നമുക്ക് ഭഗവാന്റെ കണ്ണിൽ പൊടിയിടാൻ ഒരിക്കലും ഇതാ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? മാതാ, പിതാ, ഗുരു, ദൈവം അവരവർ ചെയ്യേണ്ടതായിരിക്കുന്ന ധർമ്മത്തിനെ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ജീവിതത്തിൽ അനുഗ്രഹത ഉണ്ടാവുന്നത്. ഏതുമാം രുദ്രഗീതേന സായം പ്രാതസമാഹിതാം സ്തുവന്ത്യഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം. സ്തുവന്തി അഹം കാമവരാൻ. 2 സന്ധ്യാസമയത്ത്. ഏതൊക്കെ സന്ധ്യാസമയം? സായം സന്ധ്യാസമയത്തും പ്രാതസന്ധ്യാസമയത്തും വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ, കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ടോ? സ്തുവന്ത്യഹം കാമവരാൻ. എന്തിനാ അങ്ങനെ സ്തുതിക്കണത്? കാമവരാൻ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഇതാ സ്തുതിക്കണത്. അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അവരോട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്ത് വേണം? 2 സന്ധ്യാസമയത്ത് വീട്ടിലിരുന്ന് നിർബന്ധമായിട്ടും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ തിരുനാമം ജപിക്കുക, സഹസ്രനാമം ജപിക്കുക, ഭാഗവതം വായിക്കുക. എന്തായാലും ഒന്ന് തന്നെ പോയിട്ട് ഭർത്താവിനോടൊന്ന് പറയും, തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് വീട്ടിലിരുന്ന് ഭാഗവതം വായിക്കണം, വീട്ടിലിരുന്ന് ഒരുമിച്ച് നാമം ജപിക്കണം, കുട്ടികളോടൊക്കെ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാനായിട്ട് പറയണം, അല്ലേ? എന്നാൽ നമ്മൾ പറയണുണ്ടോ ആലോചിച്ച് നോക്കൂ, അല്ലേ? പറയണം. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭഗവാനെ ഉപാസിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. അങ്ങനെ ഭഗവാൻ അവരോട് പറഞ്ഞു, എനിക്ക് നല്ല സന്തോഷമായി, നിങ്ങളെ കല്യാണം അതെന്താ ഞാൻ പറഞ്ഞു അത്രേ. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ കല്യാണം ആകുമ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ ഓടിപ്പോണു, അല്ലേ? എന്നിട്ട് അവിടെ പോയി ഒരു പെണ്ണ് കാണും, അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് വേറെ ഒരു പെണ്ണിനെ കാണും. ഒരു ഞായറാഴ്ച ഉണ്ടോ അവനവൻ്റെ വീട്ടിൽ നല്ല ചായ, ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ പെണ്ണ് കണ്ട് അവസാനം തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏതോ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയും ചെയ്യും. അത് ആദ്യം മനസ്സിലായാൽ മതിയായിരുന്നു. ആ ഭഗവാൻ പറഞ്ഞു കൊടുക്കില്ല. ഇങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ, അല്ലേ? എന്നാൽ ഇപ്പോൾ ഈ ഭക്തന്മാരായിരിക്കുന്ന ഈ കുട്ടികളോട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ കല്യാണം നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ആലോചിച്ചോളൂ. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ കുറേ മരങ്ങളൊക്കെ കാട്ടുതീയിലങ്ങനെ നിൽക്കുമ്പോൾ ആ മരങ്ങൾ വളർത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പണ്ട് കണ്ടു എന്ന് പേരായിട്ടൊരു മഹർഷി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഓരോ പേരിട്ട ആളുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂലേ. കണ്ടു എന്നാ പേര്. ആ കണ്ടു എന്ന് പറഞ്ഞ് മഹർഷി ഇങ്ങനെ നടന്നു പോണതിൻ്റെ ഇടയ്ക്ക് ഒരു സുന്ദരിയായിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തി. അപ്സരസിൻ്റെ പേരെന്താ അറിയോ? നിമ്ളോജ. അങ്ങനെ പേര് ഇവിടെ ഒന്നും ഇല്ലല്ലോ ആർക്കും അങ്ങനത്തെ പേര്. നിമ്ളോജ എന്നുള്ള പേരുള്ള സുന്ദരിയായിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടെത്തി. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ മഹാഭാഗ്യത്തിന് അന്ന് ഫോൺ ഉണ്ടായിരുന്നില്ല, വാട്സപ്പ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ തന്നെ നമ്പറും വാങ്ങും. എന്നിട്ട് അതിൽ അവർക്കിതാ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരാണ് വാർക്ഷി. മരങ്ങൾ വളർത്തുന്നത് കൊണ്ട് ഇതിന് മാരിഷ എന്നുള്ള പേരും കൂടി ഉണ്ട്.
അപ്പോൾ പറഞ്ഞു ഈ 10 കുട്ടികളോടും കൂടി മാരിഷയെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അവർ കല്യാണമൊക്കെ കഴിച്ചു. അതിൽ 10 പേർക്കും കൂടി ഒരു ആൺകുട്ടി ഉണ്ടായി. ആ ആൺകുട്ടിയുടെ പേരാണ് എന്താണ് ദക്ഷൻ. ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലെ ദക്ഷൻ തന്നെയാണ്, മഹാദേവനെ ഉപദ്രവിച്ച ദക്ഷൻ തന്നെയാണ്. പക്ഷേ പ്രചേതസ്സുകളിലൂടെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാചേതസ ദക്ഷൻ എന്നുള്ള പേരും കൂടി ഇതാ കിട്ടി. ഞാൻ പ്രാചേതസ ദക്ഷൻ അവരൊക്കെ എങ്ങനെ ഇതാ സുഖമായിട്ട് വീട്ടിലെങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവിടേക്ക് പിന്നെയും ആ നാരദ മഹർഷിയൊക്കെ അതാ കയറി വരുന്നത്. അപ്പം ചോദിച്ചു നാരദ മഹർഷി, അല്ല നിങ്ങൾക്കറിയോ ആ ഭഗവാനെ ഉപാസിച്ച നിങ്ങളുടെ ആ പണ്ട് നിങ്ങൾ ഭഗവാനെ ഉപാസിച്ചതായിരിക്കുന്ന മന്ത്രമൊക്കെ നിങ്ങൾക്കറിയോ ചോദിച്ചു. ഒരു സത്യം പറഞ്ഞാൽ അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പണ്ട് കുറേ കാലം ഭഗവാനെ ഉപാസിച്ചതായിരിക്കുന്ന മന്ത്രങ്ങളൊക്കെ അവർ മറന്നു. എന്തുകൊണ്ട്? കുറച്ചു കാലത്തെ ആ ഗൃഹസ്ഥാശ്രമങ്ങൾ. ഇതൊക്കെ ആരെ കഥയാണ്? നമ്മളെ കഥയാണ് പറയണത് അല്ലേ. മദ്വാർത്ത യാതയാമാനം നബന്ധായ ഗൃഹാമത ഗൃഹേഷ്വാവിശതാം ചാപി പുംസാം കുശലകർമ്മണം ഗൃഹേഷു ആവിശതാം ചാപി പുംസാം കുശലകർമ്മണം. നമ്മൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതോടുകൂടി ഭാര്യ, കുട്ടികൾ, ബന്ധുക്കളെ എന്നങ്ങോട്ട് വിചാരിക്കുമ്പോൾ ഈശ്വര കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ അതാ മറക്കണു. പിന്നെയും അവർ ആ ഭഗവത് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചു. പാരിജാതേഞ്ചസാലബ്ധേ സാരംഗോന്യെന്ന സേവതേ ത്വദംഘ്രിമൂലമാസാദ്യ സാക്ഷാൽ കിം കിം വൃണീമഹി തുലയാമലവേനാപി ന സ്വർഗം നാ പുനർഭവം ഭഗവൽ സംഗിസംഗസ്യ മർത്യാനാം ക്യമുദാശിഷ തുലയാമാലവേനാപി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം സത്സംഗം ഉണ്ടാവുക എന്നുള്ളതാണ്. സത്സംഗത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി എല്ലാവിധ ഈശ്വര അനുഗ്രഹവും അവർക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നു. ഇങ്ങനെ ആ ഭഗവാൻ പലതരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ അതാ നാരദ മഹർഷിയുടെ എത്തുന്ന കുട്ടികൾക്ക് അതാ കിട്ടി. അവർ പറഞ്ഞു യഥാതരോർ മൂലനിഷേചനേന. ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മരത്തിന് മുഴുവനും സന്തോഷമാവുന്നു, അതിൻ്റെ കൊമ്പിന് സന്തോഷമാവുന്നു, അതിലുള്ള പക്ഷികൾക്കതാ സന്തോഷമാവുന്നു. ഇതിനിപ്പോൾ എന്തേ വരെ ചെയ്തുള്ളൂ? മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലേ. അപ്പോഴാണ് ഈ ലോകത്തിന് മുഴുവനും സന്തോഷമാവുള്ളൂ. ഇതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പുണ്യമുണ്ടാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ പൂജാമുറിയിൽ വന്നിരുന്ന് പൂക്കൾ കയ്യിലേക്കെടുത്ത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് കുറച്ച് പൂക്കളിതാ സമർപ്പിക്കുക. കുറച്ച് നേരം തന്നെങ്കിലും നാമം ജപിച്ച് കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞതാ സമർപ്പിച്ചത്. 4-ാമത്തെ സ്കന്ധം പറഞ്ഞ് സമർപ്പിച്ചു. ഇനി 5-ാമത്തെ സ്കന്ധമാണ്. അത് നമ്മളൊരു 5 മിനിറ്റ് നിർത്തിയതിന് ശേഷം ആ ഭാഗം നമുക്ക് അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.